കേരള പൂരക്കളി അക്കാദമി വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമായിട്ടുള്ള പൂരക്കളിയുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക സംവിധാനം. കഴിഞ്ഞ വർഷങ്ങളിലും പൂരക്കളി രംഗത്ത് അതിൻ്റെ പാണ്ഡിത്യ പ്രകടന മേഖലയായിട്ടുള്ള മറത്തുകളിയെയും തനത് കലാരൂപമായിട്ടുള്ള പൂരക്കളിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അക്കാദമി നടത്തി വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് പൂരക്കളി രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാർക്കും അതുപോലെ തന്നെ പണിക്കന്മാർക്കുമുള്ള ഈ ഒരു അവാർഡ് ഈ വർഷം 2025 അപേക്ഷകരെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അവാർഡ് പൂരക്കളി അക്കാദമി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ പൂരക്കളി അക്കാദമി ചെയർമാനായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള കെ കുഞ്ഞിരാമേട്ടൻ സൂചിപ്പിച്ചതുപോലെ 107 അപേക്ഷകളാണ് അവാർഡിനായി പൂരക്കളി അക്കാദമിയുടെ മുൻപിലെത്തിയത്. ആ 107 അപേക്ഷകൾ ഓരോന്നും കൃത്യതയോടുകൂടി പരിശോധിച്ചിട്ടാണ് ആ പരിശോധനയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി പിന്നെ അക്കാദമി ചെയർമാനോടൊപ്പം ഫോക്ലോർ അക്കാദമിയുടെ സെക്രട്ടറിയും പൂരക്കളി അക്കാദമി അംഗവുമായിട്ടുള്ള ശ്രീ A.V. അജയകുമാർ, കേരള പൂരക്കളി അക്കാദമി മെമ്പറും പ്രമുഖ പൂരക്കളി പണിക്കരുമായിട്ടുള്ള P. സജീവകുമാർ, പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള പൂരക്കളി പണിക്കരായിട്ടുള്ള വിപിൻ പണിക്കർ. ഈ കമ്മിറ്റിയാണ് 107 അപേക്ഷകളും പരിഗണിച്ചുകൊണ്ട് 47 പേർ വിവിധങ്ങളായിട്ടുള്ള നിലയിൽ ഉള്ള അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇതിൽ 2 പേർക്ക് സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാരമാണ്, 10 പേർക്ക് ഗുരുപൂജ പുരസ്കാരം, 35 പേർക്ക് അവാർഡ്. ഈ നിലയിലാണ് 47 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് അക്കാദമിയുടെ ഈ അവാർഡ് ഇന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ 35 പേര് 70 വയസ്സിന് മുകളിൽ, 87, 90 വരെ വയസ്സുള്ള ഏറ്റവും മുതിർന്ന പൂരക്കളി കളിക്കാരാണ്. അത് തന്നെ ഈ ഒരു അവാർഡിൻ്റെ ഒരു സവിശേഷ ഫലമായി ഞങ്ങൾ കാണുന്നത് 70 വയസ്സിന് മുകളിൽ ഏതാണ്ട് 90 വയസ്സ് വരെ പ്രായമുള്ളവർ 35 പേര് ഈ അവാർഡ് അർഹരായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് 2 പേർക്കാണ് ഇത്തവണ അവാർഡ് കമ്മിറ്റി നിശ്ചയിച്ചത്. അതിലൊന്ന് ഡോക്ടർ E. ശ്രീധരനാണ്. അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പയ്യന്നൂർ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു. പൂരക്കളി രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ മറത്തുകളി അതിൻ്റെ ഒരു നിയന്ത്രണത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചു വന്നിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ E. ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ മറ്റ് സവിശേഷതകളെല്ലാം ഇവിടെ രേഖപ്പെടുത്തി. വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള മറ്റൊരു കാര്യം, 55 വർഷമായി പൂരക്കളി രംഗത്ത് പ്രവർത്തിക്കുന്നു കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന മറത്തുകളി പണിക്കരാണ് കാഞ്ഞങ്ങാട് P. ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ ഈ സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി ഈ കമ്മിറ്റി തീരുമാനിക്കും. അത് ഈ അവാർഡിന് തന്നെ ഒരു മഹിമ കൂട്ടുന്ന കാര്യമായിട്ടാണ് അവാർഡ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുടെയും പേരെടുത്ത് പറയണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഗുരുപൂജ അവാർഡ് 10 പേർക്കാണ്
നമ്മുടെ നിലവിലുണ്ട്. ഏറ്റവും മുതിർന്ന ഇതുവരെ ഞാൻ കുഞ്ഞിക്ക് വരെ മമ്പലം ക്ഷേത്രം, വി കെ കൃഷ്ണമണിക്കർ, പറക്കളായി അയ്യങ്കാവ് ആ ക്ഷേത്രത്തിലെ പണിക്കരൻ, കുരിമ്മൽ കൃഷ്ണൻ, അടുത്തിലെ പടയങ്ങാടി, പി വി കുഞ്ഞിരാമൻ പണിക്കർ, പള്ളം ദുമ കാസർഗോഡ്, പി പി കരുണാകരൻ, മുക്കുന്ന് ഉപ്പം തലപ്പുറം, ഏതാണ്ട് 90 വയസ്സായി. മുക്കുന്ന് ശ്രീ ആനക്കീൽ ഭഗവതി ക്ഷേത്രത്തിലെ പുറത്തെ കലാകാരൻ. മുത്തൽ കണ്ണൻ 92 വയസ്സായി, കാടങ്കോട് തുരുത്തി കാസർഗോഡ്. കുണ്ടത്തിൽ താമര വയസ്സ് 68, സാമ്യം കേറ്റവും. എൻ അപ്പു 70 വയസ്സ്, പറക്കോട്ട് വയൽ പിൽക്കോട്ട്. മുണ്ടവളപ്പിൽ ഗോപാൽ 86 വയസ്സ്, ഗോപാലനിലയം വടക്കുംപാട് കുഞ്ഞുമംഗലം. അല്ലിയോട്ട് പാലോട്ടുകാവിലെ പുരക്കടിൽ ഇവിടെ പ്രധാനപ്പെട്ട ആളാണ്. എം രാഘവൻ 80 വയസ്സ്, കാരിയിൽ തുരുത്തി കാസർഗോഡ് ജില്ല. അദ്ദേഹം നെല്ലിക്കൽ തുരുത്തി കടകം ക്ഷേത്രത്തിലെ പുരക്കളിൽ മുഖ്യ പരിശീലകനാണ്. അപ്പോൾ ഈ നിരക്കുള്ള ഗുരുപൂജ അവാർഡ്, മറ്റ് അവാർഡുകളുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം, പുരക്കളി രംഗത്ത് ഏറ്റവും എത്രയോ ദശകങ്ങളുടെ അനുഭവ സമ്പത്തും ആ നിലക്കുള്ള നേതൃത്വപരമായ സംഘാടന ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുള്ളവർക്കാണ് ഈ അവാർഡ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നല്ല നിലയ്ക്ക് നിങ്ങളുടെ ഒരു പ്രചാരണ പരിഗണനയ്ക്ക് ഉണ്ടാവണം.